ചെറുതായിട്ട് റൂട്ട് മാറിയ പോലെ ഉണ്ട്. പോണോ? പണിയാവോ? ഒരു ഫോട്ടോ എടുക്കാൻ. എൻ്റെ മോനെ. റെഡി? 1 2 3. സോ ഹലോ ആൻഡ് വെൽക്കം ടു മൈ വെരി ഫസ്റ്റ് വീഡിയോ ഓഫ് യൂട്യൂബ് ഗൈസ്. കുറേ ആലോചിച്ചിട്ട് എടുക്കണമെന്ന് വിചാരിച്ചൊരു സ്റ്റെപ്പായിരുന്നത്. പക്ഷേ പലവണ്ണം ട്രൈ ചെയ്തിട്ടാണെങ്കിലും ഐ ഡിഡ്ന്റ് ഹാഡ് ദ കോൺഫിഡൻസ് ടു പോസ്റ്റ്. സോ ഇപ്രാവശ്യം ആ ഒരു മൈൻഡ് മാറ്റി പിടിച്ച് നിൽക്കുകയാണ്. സോ ഇന്ന് ആക്ച്വലി നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉളിപ്പുണ്ണിയാണ്. സോ ബേസിക്കലി ഞാൻ കാക്കനാടാണ്. സോ കാക്കനാട് ടു ഉളിപ്പുണ്ണി വി ആർ പ്ലാനിങ്. സോ ഉളിപ്പുണ്ണി ഈസ് നിയർ ടു വാഗമൺ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല ഇന്ന്. അപ്പോൾ നമ്മുടെ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ട്, വിമൽ ആൻഡ് അശ്വിൻ. അപ്പോൾ ഇവർ എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അറൗണ്ട് ഒരു 5 ആയി എന്നാണ് തോന്നുന്നത്. 5-4 ആയി ഏകദേശം. സോ വി ആർ ഓൾറെഡി ലേറ്റ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഏകദേശം ഒരു 2 hours ട്രാവൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് കുറച്ചിങ്ങനെ പോകുമ്പോഴേക്ക് ഏകദേശം ഒരു 2.15 അല്ലെങ്കിൽ 2.30 എടുക്കണം മാക്സിമം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദം. വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ്. അവന്മാർ എവിടെയോ ഫ്രണ്ടിൽ ഏതോ ഒരു കട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അങ്ങോട്ട് പോവാം. ഇതേ നിൽക്കണം എക്സ്പ്രസ്സിൽ. എണ്ണ ഒട്ടുമില്ല. എണ്ണ എനിക്ക് ലൈറ്റിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ മൂന്നാറിലോട്ട് ഇറങ്ങിയിട്ട് ലൈറ്റ് കണ്ടീഷൻസ് ഭയങ്കര ലോ ആയിരുന്നു. സോ റെക്കോർഡ് ചെയ്തു, ബട്ട് വിഷ്വൽസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടിയില്ല. സൗണ്ട് മാത്രമായിപ്പോയി. സോ ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദ ലൈറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ലൈറ്റ് ഏകദേശം റെഡിയാകുമ്പോൾ ഞാൻ വരാം. ഓൾസോ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ട് മൈലേജും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 3 റൈഡ് പോയതിൽ നമുക്ക് കിട്ടിയത് 29, 30, 31. ആദ്യത്തേൽ പോയത് 31 കിട്ടി, പിന്നെ 29, പിന്നെ 30. ദാറ്റ്സ് ദ ആവറേജ് ദാറ്റ് ദിസ് മെഷീൻ ഈസ് ഷോയിങ്. എൻ്റെ മോനെ അങ്ങോട്ട് കയറരുത്, നേരെ കയറ്റ്. ഈ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സോളോ പ്ലാൻ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, ജസ്റ്റ് ഇവന്മാരെ വിളിച്ചു ചോദിച്ചാണ് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇവന്മാരെ ഓക്കെ എന്ന് പറഞ്ഞ് ഇടുക്കി മുലമുട്ടം 22 kilometers and 62 kilometers we are heading towards our destination, guys. മോനെ എന്താ സ്ഥലം! इडुक्की डैम 54. थोड़ा लेट हो गया हूँ पर कोई नहीं, ये तो काफ़ी है. ഇവ ഏതാ റൂട്ട്? ചെറുതായിട്ട് റൂട്ട് മാറിയ പോലെ ഉണ്ട്. പോണോ? പണിയാവോ? റീഡയറക്ഷൻ ഇല്ല, കറക്റ്റാണെന്നാണ് കാണിക്കുന്നത്. മാപ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിക്കറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ കറക്റ്റൊന്നും എടുക്കാൻ കിട്ടിയില്ല. ചെവിയൊക്കെ കടഞ്ഞു.
ഒരു ഫോട്ടോ എടുക്കാൻ. ചേട്ടാ ഇവിടെ മേലെയാണോ കാണാൻ വല്ല ഉള്ളത്? നേരെയാണോ? വണ്ടി പോവില്ല? വണ്ടി പോവോ മേലേക്ക്? പോയില്ലേ? പറ്റുമോ? ഇവിടുന്ന് എത്ര ഒരുപാടുണ്ടോ? ഉളുപ്പണ്ണി പോയാൽ എത്തുന്നു പറഞ്ഞു. ഉളുപ്പണ്ണി എത്തിയില്ലേ? എൻ്റെ മോനെ, ഒരൊറ്റ മനുഷ്യനില്ല അവള്, ഒറ്റ മനുഷ്യനില്ല അവള്. ഏതോ ലെവലില്. സ്റ്റാൻഡ് നീ അപ്പുറത്ത് കിട്ടോ? സ്റ്റാൻഡ് കിട്ടോ? ഈ വണ്ടി വീഴുകയാണെങ്കിൽ പിടിക്കാൻ പാടില്ല. പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനും വീഴും. അമ്മോ, എൻ്റെ മോനെ, ഒയ്യോ. ഒരു വീഴ്ച ഞാൻ പ്രതീക്ഷിക്കണം. ഇല്ല, ഇറങ്ങിയില്ലേ. നല്ല തീരെ ഞാൻ ഇവിടുന്ന് ഒഴുക്കി. അവൻ എന്താ അവിടെ നിൽക്കണ്? ഇവിടെ കയറിയാലോ ബൈക്ക്. നീ ആദ്യം പോ, നടക്ക്, വണ്ടി പോവോ? എന്നാ ഇത്രയും ടഫാ? ഇത്രയല്ല, നല്ല ടഫാ. വാ.
ഒന്നാം മല കയറി പോവണ്ട്. കേറ നിന്റെ കാല് ഒന്നും കൂടി. റെഡി 1 2 3. കാണുമ്പോഴേ പേടിയാണു. എന്റെ മോനെ എന്താ മോനെ എന്താ ജാങ്കോ പെട്ടോ? ഞാൻ വിടട്ടെ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെയോ അവസാനം ഇവിടെ എത്തിയ ശേഷമാണ് പിന്നെ ആലോചിച്ചത് ഞങ്ങൾ. അതായത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീഴ്ചയും കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഒന്നും നേരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. നമ്മുടെ കയ്യിൽ വെള്ളവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 പേരും ദാഹിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിന് ശേഷം പിന്നെ കുറച്ച് റെക്കോർഡിങ് എടുത്തില്ല. കാരണം വിചാരിക്കാണ്ട് വണ്ടി ഒന്ന് ബാക്ക് ടയർ പഞ്ചറായി. അപ്പോൾ ആണി കുത്തിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി. തിരിച്ച് ഞങ്ങൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഓടിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് സ്ലിപ്പാവുണ്ടായിരുന്നു. അതായത് ബാക്ക് ടയർ ഒന്ന് തിന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയതാണ്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴേക്കും വണ്ടി പഞ്ചറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലോട്ട് അത് ഓടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അവരോടൊന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ കുറേ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അകത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു 3 പേരും. ഒരു ചായയും കുടിച്ച് പിന്നെ അവിടുന്ന് ഉള്ളതൊക്കെ കഴിച്ചിട്ട് ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. പുള്ളിക്കാരനെത്തി. അപ്പോൾ അവർ ഓട്ടോയിലാണ് വന്ന്. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ, അതായത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതായത് കൊണ്ടുവരാൻ പോസിബിൾ അല്ല, കാരണം ഒട്ടും കാറ്റുണ്ടായിരുന്നില്ല. കാറ്റടിച്ച് കഴിഞ്ഞാലും അവിടുന്ന് അപ്പം തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പുള്ളിക്കാരൻ ഓട്ടോയിൽ വന്നിട്ട് ആൾ ടയർ ഫുള്ള് അഴിച്ച് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് തന്നെയാണ് ഫുള്ള് ശരിയാക്കിയത്. അപ്പോൾ ഈ കാണുന്ന റോഡിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ ചെറുതായിട്ട് മനസ്സൊക്കെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നുപോയി. പിന്നെ അവിടെ നിന്ന് ശരിയാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് അടുത്ത പ്രശ്നം. പക്ഷേ ഇത് പിന്നെ തള്ളിയൊന്ന് ശരിയാക്കിയപ്പോൾ തന്നെ സ്റ്റാർട്ടായി, കുഴപ്പമില്ല. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒന്ന് സംസാരിച്ചപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ തോർത്തും കാര്യങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഇറങ്ങി.
ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു കള്ള് ഷോപ്പ് കണ്ടത്. ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് മുതലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കയറാമെന്ന് വെച്ചു. മഴ, ഷാപ്പിലെ ഫുഡ്, കല്ല്, കോട. ഈ വൈബ് എവിടെ കിട്ടും? എപ്പോഴും കിട്ടൂല മോനെ എവിടെ കിട്ടും? എവിടെയും കിട്ടില്ല. വണ്ടി നിർത്തിയപ്പോ ഉള്ള സ്ഥലമല്ലല്ലോ ഇത്. മുതല്